സാറേ, ട്രംപ് അധികാരത്തിലേറി. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണവ ബോംബുകൾ വിന്യസിക്കുന്നു എന്നൊരു വാർത്തയും പരക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു? ട്രംപ് വരുന്നതിന് മുമ്പാണ്. അപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് മാറ്റുമോ എന്നുള്ള ചോദ്യമാണ് പിന്നെ വരിക. ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റഷ്യ, ചൈന ആ രണ്ട് രാജ്യങ്ങളുടെയും ഭീഷണി ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. B6112 എന്ന് പറഞ്ഞാൽ മറ്റേ അപ്ഗ്രേഡ് ചെയ്ത ആണവ ബോംബുകളാണ് പല സ്ഥലത്തും വിന്യസിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ സഖ്യരാഷ്ട്രങ്ങളിൽ, നാറ്റോ സഖ്യരാഷ്ട്രങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ള ആണവ ബോംബുകളിൽ ഏറ്റവും അപകടം പിടിച്ച ബോംബുകളാണ് ഈ വിന്യസിച്ചിരിക്കുന്നത്. B61 ഈ അണുബോംബ് കുടുംബത്തിലെ ആധുനിക സന്താനമാണ് ഈ B6112 എന്ന് പറയുന്നത്. ആകാശത്ത് നിന്ന് ഉള്ള ഗ്രാവിറ്റി ബോംബ് ആണിത്. ആകാശത്ത് നിന്ന് താഴേക്ക് ഇടാവുന്ന വിധത്തിലുള്ള ഗ്രാവിറ്റി ബോംബാണ്. 1968 മുതൽ ഇത് പട്ടാളത്തിൽ സേവനത്തിലുണ്ട്, അമേരിക്കൻ പട്ടാളത്തിൽ. അത് പിന്നെ അപ്ഗ്രേഡ് ചെയ്തൊക്കെ ഈ 2015 കാലത്തൊക്കെയാണ് അപ്ഗ്രേഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ 2020 ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങി. ഇതിന് 12 അടി നീളമുണ്ട്. 12 അടി ഈ ബോംബിന്. 825 പൗണ്ട് ആണിതിൻ്റെ ഭാരം. 7.6 ബില്യൺ ചിലവാക്കിയിട്ട് 400 ബോംബുകൾ, 400 ആണവ ബോംബുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, റീഫിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 400 ബോംബുകൾ ഇങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ശരിയാക്കൽ പരിപാടി 2025 തീരേണ്ടത് അത്യാവശ്യമൊക്കെ തീർന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. B61 ബോംബിൻ്റെ ഈ ആയുസ് 20 വർഷം കൂട്ടിയെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നത്. ആയുർദൈർഘ്യം കൂട്ടി ബോംബിൻ്റെ. അതിൻ്റെ സുരക്ഷിതത്വം, അതിൻ്റെ ഒരു വിശ്വാസ്യത, ഇതൊക്കെ കൂട്ടിയെടുത്തതിൽ പെടും ആയുസ്സിന് പുറമെ. ഇതിൻ്റെ ആദ്യത്തെ ഇതുമായിട്ടുള്ള പരീക്ഷണ പറക്കൽ ഈ ബോംബും വെച്ചുകൊണ്ട് അതിൻ്റെ ഫ്ലൈറ്റ് F-15, ഒരു F-15 വിമാനം ആണ് പറന്നത്. ഈ സ്ട്രൈക്ക് ഈഗിൾ ഫൈറ്റർ, അത് 2015 ജൂലൈയിലാണ് പറന്നത്. ഈ അപ്ഗ്രേഡ് ചെയ്ത ശേഷം ബോംബുമായിട്ട് 25,000 അടി ഉയരത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. 25,000 അടി ഉയരത്തിൽ നിന്ന് 2020 ജൂണിൽ F-15E എന്ന് പറഞ്ഞ പോർ വിമാനം 55 സെക്കൻഡ് ആകാശത്ത് ബോംബ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വളരെ വിജനമായ ഏതോ പ്രദേശത്ത് കൊണ്ടുപോയി പരീക്ഷണം നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഭീഷണി തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അമേരിക്ക യുറേനിയത്തിൻ്റെ എൻറിച്ച്മെൻറ്റ്, സമ്പുഷ്ടീകരണം വീണ്ടും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഇറാനെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ആ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക വീണ്ടും ആ രംഗത്ത് ശ്രദ്ധിച്ചു തുടങ്ങി. യൂറോപ്പിലെ നാറ്റോ താവളങ്ങളിലാണ് വിന്യസിക്കുന്നത്. 50 കിലോ ടൺ ഇതിൻ്റെ സ്ഫോടകം ഉണ്ട്. 50,000 ടൺ TNT അതിൻ്റെ പ്രേരശേഷി ആണ് ഈ ബോംബിന് ഉള്ളത്. ലക്ഷ്യത്തിൽ നിന്ന്, അതായത് ഒരു ലക്ഷ്യം നമ്മൾ ഇന്ന സ്ഥലത്ത് ഇടണമെന്ന് വിചാരിച്ചാൽ മൈലുകൾ അകലെ നിന്ന് ഇടാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ NNSA അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ജിൽ റൂബി കഴിഞ്ഞ ദിവസം ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു പ്രസംഗം നടത്തിയപ്പോഴാണ് ഇങ്ങനെ വിന്യസിച്ചതിൻ്റെ സൂചന കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, ദ ന്യൂ B6112 ഗ്രാവിറ്റി ബോംബ്സ് ആർ ഫുള്ളി ഫോർവേഡ് ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞു. നമ്മൾ ഈ ബോംബുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു.
പിന്നെ ന്യൂക്ലിയർ ഇൻഫർമേഷൻ പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ ഹാൻസ് ക്രിസ്റ്റൻസൻ പറഞ്ഞു, യൂറോപ്പിൽ വിന്യാസം തുടങ്ങിയതിൻ്റെ സ്ഥിരീകരണമായിരുന്നു ഇത് എന്ന് പറഞ്ഞു. ആണവ ബോംബുകൾ അപ്പോൾ ഓരോരോ ലക്ഷ്യസ്ഥാനങ്ങളിൽ റഷ്യ ആക്രമിക്കാനുണ്ടെന്നോ ചൈന ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നോ ഒക്കെ വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ അമേരിക്ക ആണവ ബോംബുകൾ കൊണ്ട് താവളങ്ങളിൽ വയ്ക്കുന്നു. ഒരു അടിയന്തര ഘട്ടം വന്നാൽ അവിടെ തന്നെ പെട്ടെന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ആണവ ആക്രമണം സംബന്ധിച്ചിട്ടുള്ള പരിധി കുറഞ്ഞു എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്, ഇത് വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം കുറേ നിയന്ത്രണം പാലിക്കണം എന്ന് റഷ്യയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിങ്ങളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ നിയന്ത്രണമൊന്നും പാലിക്കേണ്ടതില്ല എന്നാണ് റഷ്യ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഞങ്ങൾ നിയമങ്ങൾ പാലിക്കാനൊന്നും ബാധ്യസ്ഥരല്ല എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്ക് 200 ആണവായുധങ്ങൾ ഉണ്ടെന്നായിരുന്നു കണക്ക്. ഇതിൽ പകുതി 100 എണ്ണത്തോളം എന്ന് കണക്കാക്കിയാൽ ബെൽജിയം, ഇറ്റലി, ജർമ്മനി, നെതർലാൻഡ്സ്, തുർക്കിയിലും ഉണ്ട് വിന്യസിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പലതും ആണവ രാജ്യങ്ങളല്ലല്ലോ. ബെൽജിയം, ഇറ്റലി, ജർമ്മനി, നെതർലാൻഡ്സ്, തുർക്കി ഇത്ര രാജ്യങ്ങളിൽ വിന്യസിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. റഷ്യയുടെ കയ്യിൽ 2000-ഓളം ആണവ ആയുധങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക്. അമേരിക്കയേക്കാൾ എത്രയോ 10 ഇരട്ടിയോളം വരും ഇത്. റഷ്യയും US-ഉം കൂടിയാണ് ഈ ലോകത്തിലുള്ള 90% ആണവായുധങ്ങളും അവരുടെ കയ്യിലാണ്. 90%. ബാക്കിയൊക്കെ കുറച്ച് വലിയെണ്ണാവുന്ന തരത്തിലൊക്കെ ഉള്ളൂ. 4000-ഓളം ആണവ ആയുധങ്ങൾ ആകെ കാണും എന്നാണ് കരുതുന്നത്. ഈ റൂബി കഴിഞ്ഞ ദിവസം ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, റഷ്യ ഇത് സംബന്ധിച്ച നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ചെർണോബിലിൽ നടന്നത്. ഇപ്പോൾ സാഫറേഷ്യ യുക്രൈനിൽ, ആ സാഫറേഷ്യ ആണവ പ്ലാന്റ് റഷ്യ കൈവശം വെച്ചിരിക്കുകയാണല്ലോ, പിടിച്ചിട്ട് അവിടെ കയറി. അപ്പോൾ നിയമങ്ങളൊക്കെ ലംഘിക്കുകയാണ്. ആണവ മേഖലകളിലൊക്കെ റഷ്യ സാന്നിധ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ന്യായമായി യൂറോപ്പിൽ ഈ ആണവ ബോംബുകൾ വിന്യസിക്കുന്നതിന്. റഷ്യ സാഫറേഷ്യയും പിടിച്ചല്ലോ യുക്രൈനിൽ ആണവ പ്ലാന്റ്. റഷ്യ അതുമാത്രമല്ല, ബെലാറസ് പിടിച്ചിട്ട് ബെലാറസിൽ വിന്യസിച്ചിട്ടുണ്ട് ആണവ ബോംബ്. ഇറാനും നോർത്ത് കൊറിയയുമായിട്ട് സഹകരണമുണ്ട് റഷ്യക്ക്. ഈ ആണവ സഖ്യമുണ്ട്. 2024 ഡിസംബറിൽ ഈ B6112 ഈ ആയുർദൈർഘ്യം കൂട്ടുന്ന പദ്ധതി പൂർത്തിയായി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ പൂർത്തിയായി. ഈ കൊല്ലം തീർക്കാനിരുന്നാണ്, ഇപ്പോൾ ഡിസംബറിൽ തന്നെ പൂർത്തിയായി. 3 വർഷത്തോളം എടുത്തു ഈ ആയുർദൈർഘ്യം കൂട്ടുന്ന പരിപാടി, പഴയ ബോംബുകളുടെയൊക്കെ. അപ്പോൾ ചൈന ഈ നോ ഫസ്റ്റ് പോളിസിയിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ടും അമേരിക്ക കരുതുന്നുണ്ട്. അതായത് ആദ്യം ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കില്ല, വേറൊരാൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് തിരിച്ചടിക്കും എന്നുള്ള നയത്തിൽ നിന്ന് ചൈന പിൻവാങ്ങുന്നതായിട്ടും അമേരിക്ക കരുതുന്നുണ്ട്. അങ്ങനെ അമേരിക്ക ഒരുമാതിരി യൂറോപ്പിലൊക്കെ നാറ്റോ താവളങ്ങളിൽ, തുർക്കി ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളിലൊക്കെ ആണവ ബോംബ് വിന്യസിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ USSRൻ്റെ കാലം മുതൽ തന്നെ ആണവ ശക്തിയാണല്ലോ ആ മേഖല. അതുകൊണ്ട് തന്നെ റഷ്യ വന്നപ്പോഴും അവരുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും ഈ ആണവ ആയുധങ്ങളുടെ എണ്ണം കൂടുതലുണ്ടാവും. അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ റഷ്യയുടെ പ്രതിരോധം ശക്തമായിരിക്കുമല്ലോ, കാരണം അത്രയും ആണവായുധങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു ഏറ്റുമുട്ടാനുള്ള സാധ്യത ഉണ്ടാവുമോ ലോകത്തെ ഒരു ക്രമത്തിൽ? അതായത് നമ്മൾ ഈ യുക്രൈൻ എന്തുകൊണ്ട് പിടിച്ചടക്കി എന്നാലോചിക്കുമ്പോൾ കുറച്ചുകൂടി വെളിച്ചം ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് കിട്ടും. അത് നാറ്റോയിൽ ചേരാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. അതെ. ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ നേരത്തെ ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സത്യത്തിൽ ഈ മറ്റേ സോവിയറ്റ് യൂണിയനിൽ നിന്ന് യുക്രൈൻ വിട്ടുപോവാണ്. പക്ഷേ യുക്രൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ അകത്ത്.
ഒരുപാട് തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഉക്രൈൻ. കാരണം വിമാനവാഹിനിയൊക്കെ അവിടുത്തെ ഡോക്കുകളിലാണ് ഈ നിർമ്മിച്ചിരുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ എഞ്ചിനുകളില്ലേ, വിമാന എഞ്ചിനുകളും ഒക്കെ അതൊക്കെ പണിയുന്നതുമൊക്കെ നമ്മളും യുക്രൈനുമായിട്ടുള്ള സഹകരണത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. തന്ത്രപ്രധാനമായിരുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് യുക്രൈൻ. ഇത്തരം കാര്യങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടന്നിരുന്ന സ്ഥലമാണ്. പിന്നെ ഭക്ഷ്യ സംഗതികൾ, എണ്ണ, ഈ പൈപ്പ് ലൈനുകൾ, ഗ്യാസ് പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ യൂറോപ്പിലേക്കൊക്കെ കൊടുത്തിരുന്നത് ഇപ്പം അടച്ചല്ലോ. യൂറോപ്പ് റഷ്യയുമായിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നടന്നിരുന്ന സ്ഥലമാണ് യുക്രൈൻ. അപ്പോഴാണ് ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ സാഫറേഷ്യയുടെ കാര്യം പറഞ്ഞില്ലേ, ആണവ പ്ലാന്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനത്തെ ലക്ഷ്യങ്ങളും കൂടി യുക്രൈൻ പിടിക്കുമ്പോൾ റഷ്യയുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു ഭീഷണി അവിടെ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ ഇനി ട്രംപ് എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും ലോകം ഉറ്റുനോക്കുന്നത് അല്ലേ? അതാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ ട്രംപ് വരുന്നതിന് മുമ്പേ ഈ വിന്യസിക്കുക എന്നുള്ളതാണ് ബൈഡൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ട്രംപിന് അത്യാവശ്യം റഷ്യയുമായിട്ടൊക്കെ പുടിനുമൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ വിന്യാസം നമുക്കിനി ഇങ്ങനെ വേണ്ട, നമുക്കിത് തിരിച്ചു കൊണ്ടുവരാമെന്നോ അങ്ങനെ എന്തെങ്കിലും ട്രംപ് തീരുമാനിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് നമ്മളിതിൽ കുറച്ച് അപകടം പിടിച്ചൊരു ഭാഗമുണ്ട്. തുർക്കിയിൽ ഈ അണുബോംബ് വിന്യസിക്കുന്ന രാജ്യങ്ങളിൽ തുർക്കിയും വന്നിട്ടുണ്ട്. അത് ശരിക്കും ട്രംപ് പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തുർക്കി അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നൊരു രാജ്യമല്ല. ഹമാസിൻ്റെ കൂടെയാണ് തുർക്കി നിന്നത് ഒക്ടോബർ 7 സംഭവങ്ങൾക്കൊക്കെ ശേഷം. മാത്രമല്ല തുർക്കി ഇസ്ലാമിക രാജ്യങ്ങൾക്കൊക്കെ പല ആയുധങ്ങളും അല്ലേ, ആയുധങ്ങളും ഡ്രോൺ ഉൾപ്പെടെ, അവരുടെ ഡ്രോൺ വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ യുക്രൈനിൽ പോലും നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്കൊക്കെ ആയുധം കൊടുക്കുന്ന ഒരു പ്രതിരോധ ശക്തി കൂടിയാണ് തുർക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് തുർക്കിയും കൂടി വന്നിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോൾ തുർക്കിയും വരുമല്ലോ. നാറ്റോയിൽ നിന്ന് തന്നെ തുർക്കി എടുത്ത് ട്രംപ് കളയാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ. കാത്തിരിക്കാം എന്തൊരു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.